ഇതെല്ലാം കേൾക്കുന്ന അച്ഛൻ്റെ അളിയൻ വരുന്നു, മുൻകാമുകി വരുന്നു. ഇതെന്താ എല്ലാരും കൂടി ഒരുമിച്ച് ഇപ്പൊ ഇങ്ങനെ കയറി വന്നേ? കല്യാണം കഴിയുമ്പോഴേക്കും ചങ്ങാതി കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് കയറി വന്നിട്ട് ഇതല്ലോ ഇങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം, ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിച്ചൊരു കാര്യമാണ്, അച്ചായന്റെ ആ കോൺട്രവേഴ്സിയിൽ ഞാൻ ഒന്നും പറയില്ല. അച്ചായനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ ഒന്നും പറയില്ല, എനിക്ക് സത്യാവസ്ഥ അറിയില്ല. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അച്ചായ നിങ്ങൾ തന്നെ ആൾക്കാരോട് പറഞ്ഞോ, നിങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ കാര്യങ്ങൾ പറഞ്ഞോ. എനിക്ക് ഈ ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, അതിൽ തലയിടാനോ അതിൽ ഒരു പാർട്ടാനോ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എനക്ക് പരിചയമുള്ള ആളെന്ന് വെച്ചാൽ അച്ചായൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഓക്കെ, ഈ സോജൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ ഫാമിലി ഓരോ ഫാമിലിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് എനിക്ക് അറിയില്ല. ഈ അച്ചായൻ ഉള്ള പേര് ഞാൻ ചങ്ങായിക്ക് ഞാൻ ഇട്ടാണ്, അച്ചായൻ എന്നുള്ള പേര്. ആ പേര് കൊടുത്തു, ഞാൻ ഇവിടെ വന്ന് ഈ ക്യാരക്ടർ കളിപ്പിക്കുന്നു, പോകുന്നു. അത് കഴിഞ്ഞ് ഈ സോജൻ എന്ന് പറയുന്ന ആള് വീട്ടില് അവർക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടോ, അവർ അളിയനായിട്ട് പ്രശ്നം, ചിലപ്പോ അളിയനും ഈ അച്ചായനുമായിട്ട് ശത്രുത ഉണ്ടാവും, അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിലോ. പിന്നെ ഇതെന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതിൽ ഞാൻ ഒരിക്കലും ഇതില് എന്റെ സ്റ്റേറ്റ്മെന്റ് എനക്ക് ഇതിലൊന്നും തലയിടാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്ക് കഴിഞ്ഞ ദിവസം അച്ചായനെതിരെ ഒരു പെൺകുട്ടി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്തൊരു പെൺകുട്ടിയാണ് അച്ചായൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി. ആ സമയത്ത് അച്ചായൻ തൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു. തൻ്റെ ഫോണെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് തന്നെ പിറകിൽ കൂടെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കുറേയധികം പേര് ആ പെൺകുട്ടി സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ എതിർത്തും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ തന്നെ ആ പെൺകുട്ടി നിന്നു എന്നുള്ളൊരു കാര്യമൊക്കെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ചായൻ ഒരു ഫോട്ടോ ഇവരെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, ഇവർ ഒരുമിച്ച് കട്ടിൽ കിടക്കുന്നതും അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് റോഡിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു എന്താ പറയുക ഒരു വീഡിയോ പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹോം ന്യൂസ് മാത്രമാണ് ഇത്ര അടുത്ത് ഇടപഴകുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേയധികം പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, തൊപ്പി ഈ ഒരു വിഷയത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അത് അച്ചായൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക, എന്നിട്ട് ക്ലാരിഫൈ ചെയ്യുക കാര്യങ്ങളെല്ലാം. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പറയാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യമാണ്. ഞാൻ അതിൽ ഇടപെടാൻ പറ്റില്ല അല്ലെങ്കിൽ ഇടപെടത്തില്ലെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു തൊപ്പി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു തൊപ്പി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ഇത്രമാത്രം പ്രശ്നവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ അളിയനെ പറ്റി പറയുന്ന അളിയനും ഇദ്ദേഹം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തൊപ്പി പറയുന്നതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും തൊപ്പി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫാമിലി കാര്യത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഇടപെടുന്നില്ല. അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയാൻ വേണ്ടി തൊപ്പി പറഞ്ഞിട്ടുണ്ട്. സോ കുറേയധികം പേര് ഈ ഒരു പെൺകുട്ടി, അതായത് ഈ അച്ചായനെതിരെ വന്ന പെൺകുട്ടിക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതേ കണക്ക് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ അവിടെ നിന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേയധികം പേര് ഈ ഒരു പെൺകുട്ടി അച്ഛനെ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഇഷ്യൂ കാര്യമൊക്കെ വന്ന സമയത്താണ് ഇപ്പോൾ തിരിഞ്ഞ് എന്താ പറയുക ഇങ്ങനെ വീഡിയോസിലൊക്കെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നും പറയുന്നു. നിങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച എന്താ പറയുക, നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവർ അല്ലെങ്കിൽ ഈ ഒരു അച്ഛനെക്കുറിച്ച് ഇഷ്യൂസ് അറിയാവുന്നവർ നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.